ബോട്ട് എയർഡോപ്സ് 121 Pro ഞാൻ ആദ്യം വാങ്ങിച്ചതിന് കുറച്ചധികം ഡിഫക്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് റീപ്ലേസ് ചെയ്യുമായിരുന്നു വീഡിയോ ചെയ്യാണ്ട്. അതെന്തൊക്കെയായിരുന്നു ഡിഫക്ട്സ് എന്ന് പറഞ്ഞിട്ട് 10 ദിവസം മുന്നേ നമ്മുടെ ചാനലിൽ നിങ്ങളൊരു വീഡിയോ കണ്ടുണ്ടാവും. അപ്പോൾ അതേ രണ്ടാമത്തെ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് 1299 രൂപയ്ക്ക് നമ്മളൊരു എയർഡോപ്സ് 121 Pro വാങ്ങിച്ച വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ്. കൂടാതെ ആദ്യം വാങ്ങിച്ച പ്രോഡക്റ്റിന്റെ ഡിഫക്ട്സ് ഇതിലുണ്ടോ, അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളത് ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുമ്പോഴത്തേക്ക് മനസ്സിലാവുന്നതാണ്. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോടൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിലായിട്ട് എയർഡോപ്സ് 121 Pro എന്നും കൂടാതെ പ്രോഡക്റ്റിന്റെ ഫോട്ടോയും 10mm ഡ്രൈവേഴ്സ് ആണ്, ടോട്ടൽ പ്ലേ ടൈം അപ് ടു 40 hours ആണ്, ENX ടെക്നോളജി എന്നൊക്കെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇടതുവശത്തും കുറച്ച് കാര്യങ്ങൾ ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ വീഡിയോയിൽ പൂർണ്ണമായും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ അങ്ങോട്ട് പറയുന്നില്ല. പറയിൽ നോക്കുകയാണെങ്കിൽ മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് എന്ന് പറയുന്നത് മെയ് 2022, മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 2990 രൂപയാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ 1299 കിട്ടിയെങ്കിലും നമ്മുടെ 131 Pro ഉണ്ടല്ലോ അത് 1490 മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോഴും 1290 തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. മെയ്ഡ് ഇൻ ചൈനയാണ്. ഒരു വർഷം നമുക്ക് ഇതിന് വാറന്റി ഒക്കെ ഉണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് റോയൽ ബ്ലൂ ആണ്. ഇതല്ലാണ്ട് ആക്റ്റീവ് ബ്ലാക്ക്, മിൻ കാസ്കേഡ് എന്നിങ്ങനെ മറ്റ് കളേഴ്സിൽ അവൈലബിൾ ആണ്. ഏതിനാണെങ്കിലും 1290 രൂപയൊക്കെ തന്നെയാണ്. ഞാൻ ഓൾറെഡി ആക്ച്വലി ഈ ഒരു പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്ത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഒന്നെടുത്ത് റീപാക്ക് ചെയ്തിട്ട് വെച്ചേക്കുവാണ്. അപ്പം ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതേ പ്രോഡക്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അതിന്റെ കൂടെ കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ 2 ഡിഫറെന്റ് സൈസിലുള്ള ഇയർ ടിപ്സുകളാണ്. അതുപോലെ തന്നെ ഒരു ടൈപ്പ് സി കേബിൾ ഉണ്ട്. കൂടാതെ ഒരു യൂസർ ഗൈഡ് ഉണ്ട്, റീഡ് മീ ബിഫോർ ഉണ്ട്, ഒരു പേപ്പർ നോട്ട് ഉണ്ട്, ഫാക്ട് നോട്ട് ഉണ്ട്, വാറന്റി കാർഡ് ഉണ്ട്. കൂടാതെ നമ്മുടെ എല്ലാത്തിലും കിട്ടുന്ന പോലെ ബോട്ട് ഹെഡ് എന്ന സ്റ്റിക്കറും കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ എയർഡോപ്സ് 121 Pro. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള മാറ്റ് ഫിനിഷ്ഡ് കോമ്പാക്ട് സൈസോട് കൂടിയിട്ടുള്ള ഒരു കേസിലാണ് നമുക്ക് ഈ 2 ഇയർബഡുകളും ലഭ്യമാകുന്നത്. 131 Pro ഉണ്ടല്ലോ, സെയിം ആ ഒരു ഡിസൈനും ഷേപ്പും ഒക്കെ തന്നെയാണ് കേസിലുള്ളത്. ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് LED ബാറ്ററി ഇൻഡിക്കേറ്റർ ഫ്രണ്ടിലുണ്ട്. അതല്ലാണ്ട് വേറെ എല്ലാം തന്നെ സെയിം ആണ്. ഏറ്റവും മുകളിലായിട്ട് ബോർഡിന് ലോഗോ ഉണ്ട്. അടിയിലായിട്ട് ഒരു ടൈപ്പ് സി പോർട്ടും ഒരു റീസെറ്റ് ബട്ടണും കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല, 380 mAh ബാറ്ററി കപ്പാസിറ്റി ഒരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. അപ് ടു 40 hours ആണ് ടോട്ടൽ പ്ലേ ടൈം. കൂടാതെ 1.5 മണിക്കൂറാണ് 100% ഇത് ചാർജ് ആകാനായിട്ട്. 5V2A 10 wattsന്റെ അഡാപ്റ്റർ ആണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. കൂടാതെ ടൈപ്പ് സി ആയതുകൊണ്ട് തന്നെ എസാപ്പ് ചാർജിങ് ടെക്നോളജിയിൽ നമുക്ക് 5 minutes ചാർജ് കഴിഞ്ഞാൽ 60 minutes നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകുന്നതാണ്. ഇനി കേസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ആ ലിഡിന്റെ ക്വാളിറ്റി ഒക്കെ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല വർത്ത് തന്നെയാണ്. അതിലൊന്നും വേറെ ഒരു സംശയവും നിങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ കേസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് ഇൻസ്റ്റാ വേക്കൻ പെയർ ടെക്നോളജി ഉള്ളത് നമ്മൾ ഓൾറെഡി ഏത് ഡിവൈസിലാണോ പെയർ ചെയ്തിരിക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ആകുന്നതാണ്. അപ്പോൾ അതെ ഓപ്പൺ ആക്കുമ്പോൾ ലിഡ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമ്മുടെ ഇയർബഡുകൾ ഇവിടെ ഇരിപ്പുണ്ട്. സെയിം നമ്മുടെ 131 Pro എന്താണോ അത് തന്നെയാണ് 121 Proയിലും. ഒരൊറ്റ നോട്ടത്തിൽ നമുക്ക് ഏതാണ് 131 Pro അല്ലെങ്കിൽ ഏതാണ് 121 Pro എന്ന് പറയാൻ പറ്റത്തില്ല. ഫിസിക്കലി നോക്കുകയാണെങ്കിൽ ഏറ്റവും പുറകിലായിട്ട് ബോട്ടിന്റെ ലോഗോ ഉണ്ട്. അവിടെയാണ് ടച്ച് കൺട്രോൾസ്. ഏറ്റവും അടിയിലായിട്ട് നമുക്ക് LED ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കും. 10mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുക. കൂടാതെ 40 mAh വീതം ഓരോ ഇയർബഡുകളിലും ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അപ് ടു 8 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ഒരു സിംഗിൾ പ്ലേ ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 30 മിനിറ്റ് മതി 100% ചാർജ് ആകാനായിട്ട്. എന്തായാലും വളരെ എന്താ പറയുക ലൈറ്റ് വെയിറ്റ് ആണ്. ഒരു 4 ഗ്രാമിനകത്ത് മാത്രമേ ഇയർബഡുകളുടെ വെയിറ്റ് ഉള്ളൂ എന്നുള്ളത് നമ്മളിത് പിടിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് സ്ക്രാച്ച് ആയി പോകാനൊക്കെ വളരെ ചാൻസ് കുറവാണ്. ഇനി നമ്മുടെ ടച്ച് സെൻസേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സെൻസിറ്റീവ് ആണ്. അതിൽ വേറെ ഒരു സംശയവും വെക്കേണ്ട ആവശ്യമില്ല. ഒരൊറ്റ നോട്ടത്തിലെ ആ ഒരു ബട്ടൺ കൺട്രോൾ പോലെ തോന്നുന്നെങ്കിലും അവിടെ നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള ടച്ച് സെൻസേഴ്സ് തന്നെയാണ്. നമ്മൾ ജസ്റ്റ് ഒരു 1 ടാപ്പിൽ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും അതുപോലെ തന്നെ മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. കൂടാതെ ഡബിൾ ടാപ്പ് നമ്മൾ വലതിൽ ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും, ഡബിൾ ടാപ്പ് നമ്മൾ ഇടതിൽ ചെയ്യുവാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കും പോകുന്നതാണ്. ഇനി 65ms ലോ ലേറ്റൻസി മോഡ് ഓൺ ആക്കാനായിട്ട് വലതിൽ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബീസ്റ്റ് മോഡ് എന്ന് ഇതിനകത്ത് പറയും. കൂടാതെ ഇടതിൽ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുവാണെങ്കിലാണ് നമ്മുടെ വോയിസ് അസിസ്റ്റൻസ് വർക്ക് ആവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ടച്ച് കൺട്രോൾസ് എന്ന് പറയുന്നത്. ബ്ലൂടൂത്ത് വേർഷൻ 5.3 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. കൂടാതെ IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. തന്നെ അത്യാവശ്യം ഡ്രസ്സിലിംഗിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളിത് ഉപയോഗിച്ചാലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. ഒരു വർഷം നമുക്ക് ഇതിന് വാറന്റി ഉണ്ട്. എന്നാൽ പോലും വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഇതിന് ഒരിക്കലും അങ്ങോട്ട് വാറന്റി ക്ലെയിം ചെയ്ത് കിട്ടാൻ പോകുന്നില്ല. ഇനി ഇതിന്റെ വെയറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് എന്റെ ചെവിയിൽ അങ്ങോട്ട് ഇരിപ്പുണ്ട്. ഞാൻ എന്താണോ എയർഡോപ്സ് 131 Proയിൽ പറഞ്ഞത് അത് തന്നെയാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളത്. അത്യാവശ്യം നല്ല രീതിക്ക് ആ ഒരു പാസീവ് നോയിസ്
ക്യാൻസലേഷൻ ഒക്കെ കിട്ടുന്നുണ്ട്. സോ ഒരു ക്രൗഡ് ആയിട്ടുള്ള പ്ലേസിൽ പോയിട്ട് നമ്മൾ ഒരു പാട്ട് കേൾക്കുന്നു അല്ലെങ്കിൽ മൂവീസ് കാണുന്നു, അതല്ല ഒരു കോൾ വന്നിട്ട് നമ്മൾ സംസാരിക്കുന്നു, ഒരു ഡിസ്റ്റർബൻസ് നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ഉണ്ടാവാനായിട്ട് ചാൻസസ് വളരെ കുറവാണ്. കൂടാതെ ആ ഒരു ഡിസ്കംഫർട്ട് എന്ന് പറഞ്ഞ സാധനം സത്യമാണ് എനിക്കില്ല. ഞാനൊരു ഓൾമോസ്റ്റ് 5 hours ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത് പാട്ട് കേട്ടു, അതുപോലെ തന്നെ ആ സമയത്ത് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു, ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും എൻ്റെ ചെവി ഇതങ്ങോട്ട് ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെവിയുടെ ഉള്ളിലേക്ക് കുത്തിക്കയറ്റേണ്ട പ്രവണതയോ അല്ലെങ്കിൽ പുറത്തേക്ക് എടുക്കേണ്ട ഒരു പ്രവണതയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. 5 hours ഞാൻ അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് ചെവിയിൽ വെച്ചേക്കുമായിരുന്നു. സോ എനിക്കെന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കംഫർട്ട് തന്നെയാണ്. ഒരു ഇയർ പെയിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളെ ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ കാര്യം ഉറപ്പായിട്ടും ഇത് നിങ്ങൾ അങ്ങോട്ട് വെച്ച് നോക്കുമ്പോഴേ കൂടുതൽ അങ്ങോട്ട് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് Airdopes 121 Proയിൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഇൻഡോറിനകത്ത് ഞാൻ നോർമലി ആണ് സംസാരിക്കുന്നത്. ക്വാഡ് മൈക്ക് വിത്ത് ENC ആണ്. അതായത് ഓരോ ഇയർബഡുകളിലും നമുക്ക് 2 മൈക്ക് വീതമുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ കോളിംഗ് പേർപ്പസിന് വാങ്ങിച്ചാൽ അത് വർത്ത് ബൈയിങ് ആകുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ഒരാളെ വിളിക്കുമ്പോഴത്തേക്ക് ആ ഒരു ഔട്ട്പുട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കേൾക്കുന്നത്. കാരണം ഞാൻ ഒരു മൊബൈലിൽ നിന്ന് മറ്റൊരു മൊബൈലിലേക്ക് വിളിച്ചിട്ട് ആ ഒരു കോൾ അങ്ങോട്ട് റെക്കോർഡ് ചെയ്യാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അത് അങ്ങോട്ട് വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് ഇനി വരുവാണെങ്കിൽ SBC AAC കോഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളൊരു 100% പാട്ടിട്ടാൽ പോലും അങ്ങനെ ഭയങ്കര ഒരു ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവത്തില്ല. അത് ഏത് ടൈപ്പിലുള്ള പാട്ട്, ഏത് പാട്ടാണെങ്കിലും ആ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. ഞാൻ പല രീതിയിലുള്ള പാട്ടുകൾ പലതിട്ട് നോക്കിയിട്ടും എനിക്ക് അങ്ങോട്ട് 100% കേട്ടപ്പോഴും ഭയങ്കര ഒരു ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായില്ല. ഇതിൽ സത്യം പറഞ്ഞാലേ എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് അല്ല കിട്ടുന്നത്. സോ നമ്മളൊരു 50% ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത രീതിക്ക് കേൾക്കാന്നേ ഉള്ളൂ. അതായത് ഒരു സൈലന്റ് ആയിട്ടുള്ള പ്ലേസിൽ ഇരുന്നിട്ട് നമുക്ക് ഒറ്റയ്ക്ക് ഒരു പാട്ട് കേൾക്കുന്നെങ്കിൽ ആ ഒരു 50% നമുക്ക് നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. എന്നാൽ ഒരു 60-70% മുകളിലൊക്കെ ഇടുമ്പോഴാണ് കുറച്ചെങ്കിലും ഒന്ന് ലൗഡായിട്ട് കേൾക്കുന്നത്. 80% ആണ് കുറച്ച് എനിക്ക് അങ്ങോട്ട് സേഫ് ആയിട്ട് തോന്നി കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ 80% നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ 8 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അങ്ങോട്ട് കുറഞ്ഞ് വരാനായിട്ടും ചാൻസസ് ഉണ്ട്. പ്ലേ ടൈമിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ ബേസ് ലെവൽ ആണെങ്കിൽ ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള പാട്ടുകൾ ഇടുമ്പോഴത്തേക്ക് ബേസ് ഉണ്ടോ എന്ന് വെച്ചാൽ ബേസ് ഉണ്ട്, പക്ഷേ നിങ്ങൾ ആ പ്രതീക്ഷിക്കുന്ന പോലത്തെ ഒരു ബേസ് നിങ്ങൾക്ക് ഇതിൽ കിട്ടത്തില്ല. എനിക്ക് തോന്നുന്നു 131 Proയാണ് കുറച്ചുകൂടി ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു 121 Pro കുറച്ച് അവർ ഇറക്കിയിരിക്കുന്നത് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വോക്കൽ ലവേഴ്സിന് വേണ്ടിയെന്നാണ് എനിക്ക് അങ്ങോട്ട് ഫീൽ ചെയ്തത്. വോക്കൽ ലവർ ആണെങ്കിൽ പോലും നമ്മളൊരു 80% മുകളിൽ പാട്ട് കേട്ടാൽ മാത്രമാണ് കുറച്ചുകൂടെ ഒരു എൻജോയ് ചെയ്യാൻ സാധിക്കുന്നത്. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും നമുക്കങ്ങനെ ഭയങ്കര ഒരു ഫീൽ കിട്ടത്തില്ല. കൂടാതെ നിങ്ങൾ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് 90% മുകളിൽ ഇടേണ്ടി വരും. ഞാൻ ആക്ച്വലി യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ട സമയത്ത് ഇതുപോലെ 90% മുകളിൽ ഇടുമ്പോഴാണ് എനിക്ക് അത്യാവശ്യം അത് കേൾക്കാൻ പറ്റിയത്. എന്നാൽ മ്യൂസിക് പ്ലെയറിൽ ഇപ്പോൾ ഞാൻ ഗാന ആപ്പിലാണ് കേട്ടത്, അതുപോലെ തന്നെ സ്പോട്ടിഫൈയിലും കേൾക്കാറുണ്ട്. ഗാന ആപ്പിൽ കേട്ടപ്പോഴും സ്പോട്ടിഫൈയിൽ കേട്ടപ്പോഴും ആ ഒരു 80% അല്ലെങ്കിൽ ഒരു 70 to 80% ആയിരുന്നു ഇനഫ്. എനിക്ക് പറ്റിയ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടിയ ഒരു സമയം എന്ന് പറയുന്നത്. സോ ഞാൻ പറയണത് ഏതാണെങ്കിലും നമുക്ക് ഇവർ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് 60% കേട്ടാലേ ആ ഒരു 8 മണിക്കൂറൊക്കെ കിട്ടത്തുള്ളൂ. 60% നമുക്ക് ആവശ്യമായിട്ടുള്ള ലൗഡ്നെസ് എനിക്ക് എന്തായാലും ഫീൽ ചെയ്തില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും അത് നിങ്ങളുടെ കാര്യമുണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്ന 80% നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തൂല്ലായിരിക്കാം. കാരണം 100% ഇട്ട് കഴിഞ്ഞാൽ കേൾക്കാൻ നിങ്ങൾക്കൊരു സുഖം കണ്ടെത്തുള്ളൂ. എന്തായാൽ പോലും 100% നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പോലും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവത്തില്ല. അതാണ് ഇതിൽ എടുത്ത് പറയേണ്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ ബേസ് ലവർ ആണെങ്കിൽ ഉറപ്പായിട്ടും 100% ഇട്ട് പാട്ട് കേൾക്കാൻ റെഡി ആണെങ്കിൽ മാത്രം ഇതിലേക്ക് പോവുക. അതർവൈസ് വേറെ പ്രോഡക്റ്റ് നോക്കുന്നുണ്ട് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. വോക്കൽ ലവർ ആണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, ഒരു 80% നിങ്ങൾക്ക് പാട്ടുകൾ കേൾക്കാൻ റെഡി ആണെങ്കിൽ വാങ്ങിച്ചോളൂ. ഇനി ഇതിനകത്തുള്ള നമ്മുടെ ആ ഒരു 65 ms ബീസ് മോഡ് എന്തുമാത്രം വർക്കൗട്ട് ആവുമെന്ന് നോക്കാം. പബ്ജിയൊക്കെ ജസ്റ്റ് ഒന്ന് കളിക്കാൻ പറ്റുമെന്ന് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പോഴത്തേക്ക് അങ്ങോട്ട് മനസ്സിലാവും. ഞാനിപ്പോൾ ഓട്ടോയിൽ ഇട്ടേക്കാണ്, അങ്ങോട്ട് ട്രിഗർ ചെയ്യാൻ പോവാ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഞാനിങ്ങനെ ട്രിഗർ ചെയ്തിട്ടേ എൻ്റെ കൈ അങ്ങോട്ട് മേലോട്ട് എടുക്കുമ്പോൾ എന്തുമാത്രം ആ ഒരു സൗണ്ട് അങ്ങോട്ട് സസ്റ്റെയിൻ ചെയ്യുന്നു ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. നമുക്ക് സിംഗിൾ ഷോട്ട് നോക്കാം. സിംഗിൾ പക്കയാണ് കേട്ടോ. 65 ms ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വർക്കൗട്ട് ആവുമെന്ന് കാണാം. ഓട്ടോ ഇടുമ്പോൾ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വലിയൊരു ഡിലേ ഒന്നും അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. കണ്ടോ? നിങ്ങളൊരു പ്രോ പ്ലെയർ ആണെങ്കിൽ ചിലപ്പോൾ ഇത് വെച്ച് കളിക്കാൻ പറ്റുന്ന സംശയമാണ്. എന്നാൽ പോലും ഒരു നോർമൽ ഒരു പ്ലെയറിന് എന്തായാലും ഇത് ഒരു പ്രശ്നമില്ലാണ്ട് പെർഫെക്റ്റ് ആയിട്ട് കളിക്കാൻ പറ്റും.
എന്തായാലും PUBG ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ടല്ലേ. 65 MS ഒക്കെ നല്ല രീതിക്ക് വർക്കൗട്ടും ആകുന്നുണ്ട്. കൂടാതെ നിങ്ങൾ ഈ ഒരു ബീസ്റ്റ് മോഡ് ഓൺ ആക്കേണ്ട ആവശ്യമില്ല. യൂട്യൂബ് കാണുമ്പോഴും അതുപോലെ തന്നെ മറ്റുള്ള നമ്മുടെ ആ ഒരു ഇന്റേണൽ പ്ലെയറിലാണെങ്കിലും എക്സ്റ്റേണൽ പ്ലെയറിലാണെങ്കിലും വീഡിയോ കാണുമ്പോഴത്തേക്ക് സോ ആ ഒരു സമയത്തൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട്, എന്നാൽ പോലും ആ ഒരു വോളിയം ആണ് എനിക്ക് ഇപ്പോഴും വീണ്ടും പറയാനുള്ളത്. നമ്മളൊരു 80% അല്ലെങ്കിൽ 90% മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നല്ല രീതിക്കെങ്കിലും നമുക്ക് ക്ലിയർ ആയിട്ട് വോയിസ് അങ്ങോട്ട് കേൾക്കാൻ പറ്റത്തുള്ളൂ. അതർവൈസ് ലോ ലേറ്റൻസിന്റെ കാര്യം എന്തായാലും പെർഫെക്റ്റ് തന്നെയാണ്, വേറെ ഒരു സംശയവും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു റിട്ടേൺ ചെയ്ത 121 Proന്റെ ഡിഫക്ട്സ് ഈ ഒരു റീപ്ലേസ് ചെയ്ത് കിട്ടിയാലുണ്ടോ ഇല്ലയോ എന്നുള്ളതും, കൂടാതെ എൻ്റെ ഒരു 4 ദിവസത്തെ ഒരു യൂസർ എക്സ്പീരിയൻസും ആണ്. അപ്പോൾ ആ ഒരു ഡിഫക്ട്സ് പറയുവാണെങ്കിൽ ഞാൻ ഒന്നാമത് പറഞ്ഞത് ഒരു ക്രാക്കിംഗ് സൗണ്ട് കേൾക്കുന്നു എന്നുള്ളതായിരുന്നു. ഇവിടെയും വന്നപ്പോഴത്തേക്ക് ആ ഒരു സൗണ്ട് ഉണ്ട്, എന്നാൽ പോലും അത് മാനേജബിൾ ആണ്. അല്ലെങ്കിൽ ആ ഒരു ക്രാക്കിംഗ് സൗണ്ട് ഭയങ്കര രീതിക്കില്ല. പൊതുവേ നമ്മളൊരു ബജറ്റ് ഇയർഫോൺ വാങ്ങിക്കുമ്പോഴത്തേക്ക് കേൾക്കുന്ന പോലെ ട്രൂക്കിൽ പീട്രോണിലൊക്കെ തന്നെ ഞാൻ എപ്പോഴും അത് കേൾക്കുന്നതാണ്. സോ ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഇതൊരിക്കലും അതൊരു കുറ്റമായിട്ട് പറയാൻ പറ്റത്തില്ല. 121 Pro എനിക്ക് ആ ഫസ്റ്റ് കിട്ടിയതിൽ ഭയങ്കര സൗണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് നമ്മൾ 100% ഇട്ടാൽ പോലും അങ്ങനെ ഭയങ്കര ഒരു ക്രാക്കിംഗ് സൗണ്ട് കേൾക്കുന്നില്ല. കൂടാതെ രണ്ടാമത് പറഞ്ഞൊരു ഇഷ്യൂ ആയിരുന്നു, കണക്ട് ചെയ്യുന്ന സമയത്ത് മൊബൈലോട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് പെർസെൻറ്റേജ് ഇയർബഡുകളുടെ ലെവൽ കാണിക്കുന്നത്, ബാറ്ററി ലെവൽ കാണിക്കുന്നത് കറക്റ്റ് അല്ല, പ്രോപ്പറായിട്ടല്ല കാണിക്കുമായിരുന്നത്. ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നമില്ല. 3 ദിവസം ഉപയോഗിക്കുന്നത് വരെയും. മൂന്നാമത്തെ ദിവസം ഞാൻ 90%ലാണ് ആ ഒരു ബാറ്ററി ഡൗൺ ആയ സമയത്ത് ഇയർബഡുകൾ കേസിലേക്ക് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് കിടക്കാൻ പോയത്. അതിനുശേഷം ഇന്ന്, അതായത് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം ഞാൻ വീണ്ടും എടുത്തിട്ട് ഇയർബഡുകൾ ചെവിയിൽ കണക്ട് ചെയ്തിട്ട് ചെവിയിൽ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബാറ്ററി ലെവൽ നോക്കിയപ്പോഴത്തേക്ക് 90%, അതായത് 100% വരേണ്ടതാണ് അവിടെ, പക്ഷേ കാണിച്ചത് 90% ആണ്. ഞാൻ അപ്പോൾ തന്നെ വീണ്ടും അത് കേസിലേക്ക് ഇയർബഡുകൾ എടുത്ത് വെച്ചിട്ട് നോക്കിയപ്പോൾ അപ്പോൾ ചാർജ് ആയിരുന്നു. അതായത് ചാർജിങ് ഇഷ്യൂ എന്തോ സംതിങ് ആ സമയത്ത് ഉണ്ടായിരുന്നു. അതായത് തലേ ദിവസം ഞാൻ വെച്ച സമയത്ത് ചാർജ് ആയിട്ടില്ലായിരുന്നു. സോ ഒരു 10% ഇതിൽ LED ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഡൗൺ ആവുന്നത് ഞാൻ അങ്ങോട്ട് കണ്ടു. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതും ചെറിയൊരു ഇഷ്യൂ ആണ്. എന്നാൽ പോലും അതങ്ങോട്ട് ഒരു എന്താ പറയുക, 4 ദിവസത്തിനുള്ളിൽ ഒരു പ്രാവശ്യം മാത്രമേ അത് അങ്ങോട്ട് കാണിച്ചിട്ടുള്ളായിരുന്നു. ഇനി മൂന്നാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് കണക്ടിവിറ്റി ഇഷ്യൂ. പ്രത്യേകിച്ച് അതിൽ എടുത്ത് പറയേണ്ടത്, നമ്മൾ കണക്ട് ചെയ്യാത്ത സമയത്ത് പോലും ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ആവും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 ദിവസമായിട്ടും അങ്ങനെ യാതൊരുവിധ കംപ്ലൈൻറ്റും എനിക്ക് ഉണ്ടായിട്ടില്ല. എന്നാൽ ചില സമയങ്ങളിൽ കേസ് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്യുന്ന സമയം ഭയങ്കര ഡിലേ അല്ല, എന്നാൽ പോലും ഒരു 5 സെക്കൻഡ് ഇങ്ങനെ ഒരു ഡിലേ ഞാൻ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ കണ്ടു, അല്ലാണ്ട് കൂടുതൽ പ്രാവശ്യമൊന്നും ഞാൻ കണ്ടില്ല. സോ അതും അങ്ങോട്ട് കൂടുതൽ നമുക്ക് അങ്ങോട്ട് കുറ്റം പറയാൻ പറ്റത്തില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ ഒരു 3 ഇഷ്യൂസ് ഞാൻ വെച്ച് ഇതിനകത്ത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഫാർ ബെറ്റർ തന്നെയാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത്. അതായത് റീപ്ലേസ് ചെയ്ത് കിട്ടിയ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇതിനും ഒരു ഡിഫക്റ്റ് ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് ഡേയിൽ ഒരു 4 to 5 hours കേട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രോഡക്റ്റിൽ. അന്ന് 70% അങ്ങോട്ട് ഡ്രെയിൻ ആയ സമയത്താണ് ഞാനിത് അങ്ങോട്ട് എടുത്ത് കേസിലേക്ക് വെക്കുന്നത് ഇയർബഡുകൾ. അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു 4 to 5 കേൾക്കുന്ന സമയത്തെ ഒരു 60-70% അകത്തേ കേട്ടുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ അത്രയും നേരം കഴിഞ്ഞിട്ടും ഒരു 70% വരെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അടുത്ത ദിവസത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഞാനതൊരു ഇടയ്ക്കൊരു 100% കേട്ടു, അതുപോലെ തന്നെ ഒരു 90% കേട്ടു, 80% കേട്ടു. അങ്ങനെ മാറി കേട്ട സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് 50%ലോട്ട് ബാറ്ററി ഡ്രെയിൻ ആയിട്ടുണ്ടായിരുന്നു. അതും ഒരു 2.5 to 3 hours മാത്രമായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നത്. തേർഡ് ഡേ ഞാൻ ജസ്റ്റ് ഒരു 1 hour മാത്രമേ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. 1 മണിക്കൂർ ഞാൻ കേട്ടപ്പോഴത്തേക്ക് 10% മാത്രമേ ബാറ്ററി ഡ്രെയിൻ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഇയർബഡുകളിൽ. എന്നാൽ ഇന്ന് ഞാൻ ഈ ഒരു 4ാമത്തെ ദിവസം പാട്ട് കേൾക്കുന്ന സമയത്ത് 1.5 മണിക്കൂർ കേട്ടു. 100 to 90% 1 മണിക്കൂർ ഡ്രെയിൻ ആയെങ്കിൽ പോലും 90 to 80% ജസ്റ്റ് ഒരു 30 മിനിറ്റ് കൊണ്ട് ഡ്രെയിൻ ആയി. എല്ലാം തന്നെ ഞാനൊരു 80% തന്നെയാണ് പാട്ട് കേട്ടത്. എന്തോ ആയിക്കോട്ടെ, എന്തായാലും 1ാമത്തെ ദിവസം മുതൽ ഇന്നത്തെ ഈ ഒരു 4ാമത്തെ ദിവസം വരെ ടോട്ടൽ ഞാൻ കേട്ടിരിക്കുന്ന ഒരു പ്ലേ ടൈം എന്ന് പറയുന്നത് 11 മണിക്കൂറാണ്. ഓക്കെ, 1 മണിക്കൂർ കൂടെ കൂട്ടാം, 12 മണിക്കൂർ കൂട്ടിക്കോളൂ. ഇപ്പോൾ നമ്മുടെ കേസിൽ എത്ര ചാർജ് ഉണ്ടെന്ന് പറയുമ്പോൾ, കേസ് ഞാൻ ഇതുവരെ അങ്ങോട്ട് ചാർജ് ചെയ്തിട്ടില്ല. ഇത്രയും ദിവസവും നമ്മുടെ ഇയർബഡുകൾ ചാർജ് ചെയ്യുന്ന ആ ഒരു കേസിൽ 100% ഉണ്ടായിരുന്നതിൽ തന്നെയാണ്. ആദ്യം ഞാൻ കിട്ടിയ സമയത്ത് 100%ലേക്ക് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു 100% തന്നെയായിരുന്നു. 21% മാത്രമാണ് ഇപ്പോൾ ലെഫ്റ്റ്. അതായത് കമ്പനി പറയുന്നത് 8 മണിക്കൂർ നമ്മൾ ഇയർബഡിൽ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി 32 മണിക്കൂർ കേസിൽ ഉണ്ടാവും എന്നുള്ളതാണ്. 32 മണിക്കൂർ ഉണ്ടാവുമെന്ന് വിചാരിച്ചോളൂ. അതിന്റെ പകുതി എടുക്കുവാണെങ്കിൽ 16 മണിക്കൂർ എടുക്കുന്നു. ഞാനിപ്പോൾ 16 മണിക്കൂർ കേട്ടെങ്കിൽ പോലും കേസിൽ 50% വരേണ്ടതാണ്. ഇപ്പോൾ ഉള്ളത് ആകെ വെറും 20% മാത്രമാണ്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഡിഫക്റ്റ് തന്നെയാണ്. അതായത് നമ്മൾ ഈ ഒരു ഇയർബഡ് വെച്ചിട്ട് ഒരു ദിവസം 100% അങ്ങോട്ട് ഡ്രെയിൻ ആകുമെന്ന് വെച്ചാൽ ബാറ്ററി നിങ്ങൾ പിന്നെ ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു സമയത്തേക്ക് ഒരൊറ്റ പ്രാവശ്യം ചാർജ് ചെയ്യാനുള്ള ബാറ്ററി മാത്രമേ നമ്മുടെ കേസിൽ റിമൈനിങ് ആയിട്ടുള്ളൂ. പിന്നെ എക്സ്ട്രാ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റത്തില്ല.
പറ്റത്തില്ല. എന്തായാലും ഈ ഒരു 1-to-1 പ്രോയിലെ ഡിജിറ്റൽ LED ഇൻഡിക്കേറ്റർ കൊടുത്തത് വളരെ നല്ലൊരു കാര്യമായി. അല്ലായിരുന്നെങ്കിൽ ഇതില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ ഒരു LED മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പൊതുവേ നമ്മൾ അങ്ങനെയാണ് കണ്ടുവരുന്നത്. 131 പ്രോയിലും ഒരു LED ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് എത്ര പെർസെൻറ്റേജ് നമുക്ക് ബാറ്ററി കിട്ടുമെന്ന് സത്യം പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജസ്റ്റ് അൺബോക്സ് ചെയ്യുന്നു, കുറച്ച് നേരം മാത്രം ഉപയോഗിക്കുന്നു, ഇയർബഡുകളിലേക്ക് കേസിലേക്ക് ഇയർബഡ് വെച്ചിട്ട് ചാർജ് ആവുന്നു നോക്കും, അതുപോലെ തന്നെ കേസ് ഒന്ന് ചാർജ് ചെയ്ത് നോക്കും. അതർവൈസ് കൂടുതൽ അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കത്തില്ല. പക്ഷേ ഇവിടെ ആ ഒരു ഇയർബഡുകൾ ഇതിനകത്ത് വെച്ചപ്പോഴത്തേക്കുള്ള ഡ്രെയിനിങ് കണ്ടിട്ടാണ് ഞാനത് ചെക്ക് ചെയ്യാന്ന് ചോദിച്ചത്. ഒരു 4 ദിവസത്തേക്ക് ഞാൻ വെയിറ്റ് ചെയ്ത് വീഡിയോ ചെയ്തത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തായാലും ഈ സംഭവം എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ആയിട്ട് ഡ്രെയിൻ ആവുന്നു എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറഞ്ഞത് കേസ് ഡിഫക്റ്റ് തന്നെയാണ്. എന്തായാലും ഇത്രയും നേരം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബോട്ട് എയർഡോപ്സ് 1-to-1 പ്രോ വാങ്ങിക്കണമോ വേണ്ടോന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് കണ്ണും പൂട്ടി വാങ്ങിക്കുക അല്ലെങ്കിൽ കണ്ണും പൂട്ടാതെ വാങ്ങിക്കുക എന്നൊന്നും തന്നെ ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളിലേക്ക് ഞാൻ തരുവാണ് ഇത് വാങ്ങിക്കണമോ വേണ്ടെന്നുള്ളത്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ 1-to-1 പ്രോനെ കുറിച്ചിട്ട് ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.